നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. താൻ തന്റെ കാര്യങ്ങൾക്ക് പോയിക്കോളൂ. വേണ്ട വല്യച്ഛ, ഇത്രയും പ്രായമായിട്ടും അച്ഛനമ്മമാർക്ക് അഭിമാനിക്കാവുന്നതോ കുടുംബത്തിന് അഭിമാനിക്കാവുന്നതോ ആയ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. അതിനുള്ളൊരു അവസരവും എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു വല്യച്ഛനെ നോക്കുന്നത് ഒരു വലിയ കടമയാണെന്ന്. അതുകൊണ്ടുള്ള സന്തോഷം അത് മതി എനിക്ക്. ഉള്ളിൽ തട്ടിയ അവനെന്ന് പറഞ്ഞത്. വാശി കാണിച്ച് ഇങ്ങനെ തളർന്നു പോവല്ലേ? വാശിയല്ലടോ, കണക്കുകൂട്ടലുകൾ പിഴച്ചുപോയതിന്റെ സങ്കടമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛന്മാര് മക്കളെക്കുറിച്ച് ഒരുപാട് വേണ്ടാത്ത സ്വപ്നങ്ങൾ കാണും. അവർക്കതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് പറയാൻ ഒന്ന് രണ്ട് വാക്കുകളുണ്ടല്ലോ: പഴഞ്ചൻ, ബാധ്യത. അങ്ങനെയൊക്കെ അവനും പറയുന്നുണ്ടാവും മനസ്സിൽ. അമ്മ എന്തായാലും പോകുന്നത് നന്നായി. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും മുത്തശ്ശിയുടെ സംസാരം കേട്ട് അമ്മ കിടപ്പിലായനെ. അല്ലേ അച്ഛാ? മക്കള് കിടക്കാരാവുന്നത് ഒരു മാതാപിതാക്കൾക്കും സഹിക്കില്ല. അങ്ങനെ സംഭവിച്ചാ പിന്നെ അവർക്ക് കുറ്റപ്പെടുത്താനേ അറിയൂ. അത് ഏത് കാലത്തും അങ്ങനെ തന്നെയാ. അച്ഛാ, ഞാനൊരാളെ കണ്ടിട്ട് പെട്ടെന്ന് വരാൻ കേട്ടോ. ഏതാളെ? എങ്ങോട്ടാ മോള് പോകുന്നു? ഞാൻ പോയിട്ട് വരട്ടെ. വന്നിട്ട് എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. ദാ അമ്മേ, ഞാൻ പോരാ. എങ്ങോട്ടാ പോകുന്നേ ആവോ? എനിക്കറിയില്ല. ആ, ഞാൻ പൂജയ്ക്കുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ശ്യാമേ, തിരുമേനിയുടെ അടുത്ത് ചെല്ലുമ്പോ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. എന്താ? മോള് ശ്യാമയുടെ അതേ രൂപമാണെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ശ്യാമയെ കാണുമ്പോ തിരുമേനി വല്ലാതെ പരിഭ്രമിക്കും. അപ്പൊ ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാ വ്യക്തമായ ഉത്തരം പറയാൻ മടിച്ചെന്നിരിക്കും. അത് ശരിയാ. അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് ഞാൻ മുഖം കാണിക്കാറില്ലല്ലോ. ഇവിടെ അങ്ങനെ തന്നെ ആവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.